ബംഗാളിന്റെ സിംഹഗർജനം എന്ന് കൂടെയുള്ളവർ വാഴ്ത്തിക്കൊണ്ടിരുന്ന മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി വഴിയാധാരമായിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വിമത വിഭാഗം പാർട്ടി ആസ്ഥാനം തന്നെ പിടിച്ചെടുത്തു. മമതയ്ക്കൊപ്പം മഹുവ മൊയ്ത്ര ഉണ്ട് എന്നത് മാത്രമാണിപ്പോൾ ഏക സമാധാനം. പഴയ CPM-കാരനും മമതയുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നേടിയെടുത്ത ഇപ്പോഴത്തെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗമാണ് പാർട്ടിയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ നിയന്ത്രണം പിടിച്ചെടുത്തത്. ഇതോടെ പാർട്ടിക്കുള്ളിലെ മമത വിരോധികൾ പിടിമുറുക്കുകയാണ്. മമതയെ പിടിച്ച് പുറത്താക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട് തങ്ങളുടെ വിഭാഗമാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് ഋതബ്രത ബാനർജി അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ചിഹ്നവും പേരും അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാനുള്ള നിയമപരമായ അവകാശം തങ്ങൾക്കാണ് എന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൂരിഭാഗം MLA-മാരുടെയും മുൻ കൗൺസിലർമാരുടെയും ഒക്കെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വിമതർ അവകാശപ്പെടുന്നു. അതുപ്രകാരം കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലെ 47ഓളം TMC കൗൺസിലർമാർ പങ്കെടുത്തൊരു യോഗം നടത്തി ഋതബ്രത വിഭാഗം മമതയെ പൂർണ്ണമായും പുറത്താക്കിയെന്ന് അവകാശപ്പെടുന്നു. ഇനി മമതയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആവില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതോടെ അവരുടെ ഏക ആശ്രയമായ അവരുടെ പഴയ പാർട്ടിയായ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തന്നെ തിരികെ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അവിടെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ മമതയ്ക്ക് ഇങ്ങോട്ട് വരാമെന്ന് സോണിയാഗാന്ധി തന്നെ പറഞ്ഞ അവസ്ഥയ്ക്ക് ഇനി അവർക്ക് തിരികെ പോകുക എന്നുള്ളത് മാത്രമാണ് ഏകമാർഗം. വേറെ വഴിയില്ല. എത്ര എന്ന് പറഞ്ഞാണ് പിടിച്ചു നിൽക്കുക എന്നറിയില്ല. പാർട്ടിയുടെ പേരും ഔദ്യോഗിക ചിഹ്നവും വ്യാജമായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ വിശ്വസ്ത നേതാവ് ഡോലാസെൻ വിമത MLA-മാർക്കെതിരെ ഒരു പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് BJP ഭരിക്കുന്ന സംസ്ഥാനത്തുള്ളതാണ്. എത്രത്തോളം നടപടി ഉണ്ടാകുമെന്നും അറിയില്ല. വ്യാജരേഖകൾ ചമയ്ക്കൽ, ആളുമാറി പാർട്ടി പേര് ഉപയോഗിക്കൽ, അനധികൃത യോഗങ്ങൾ സംഘടിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എങ്കിലും അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിനാണ് ജനങ്ങൾ വോട്ട് നൽകിയത് എന്നും ചില നേതാക്കളോ കൗൺസിലർമാരോ പാർട്ടി വിട്ടുപോയതുകൊണ്ട് പാർട്ടിയുടെ ജനപിന്തുണ കുറയില്ല എന്ന് TMC-യുടെ MP-യായ മഹുവ മൊയ്ത്ര വ്യക്തമാക്കിയിട്ടുണ്ട്. മഹുവ മൊയ്ത്ര കൂടെയുള്ളത് മമതയ്ക്കൊരു ധൈര്യം തന്നെയാണ്. പക്ഷേ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ഇനി കോൺഗ്രസിലേക്ക് അവർ പോയാലും മഹുവ മൊയ്ത്ര കൂടെയുണ്ടാകും എന്നുറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മോദി വിരുദ്ധരായ രണ്ടുപേർ, BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ രണ്ട് മുഖങ്ങൾ ഒന്നിക്കുന്നതോടെ അതടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നൽകുന്നത്. അയോധ്യ വിഷയം കത്തിക്കാൻ ഇത്രയധികം കഴിയുന്ന മറ്റാരും ഉണ്ടാകില്ല ഈ രാജ്യത്ത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും തറവാട്ടിലേക്കാണ് മമതയും കൂട്ടരും മടങ്ങുന്നതെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കും എന്നതിൽ തർക്കമില്ല.